നമുക്ക് അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാനാണ് ഇത് പറയണ്ടേ, ഞാൻ അതിഥിയായിട്ട് വന്നിട്ടുള്ള ആളാണ്. അതെ അതെ, ഞാൻ ആദ്യം പറഞ്ഞു കയറി ചാടി. കുഴപ്പമില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് സെറ്റുകളിലൊക്കെ ഇങ്ങനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതുപോലൊരു പ്രോഗ്രാമിൽ ഒരു സമാഗമത്തിൽ സംസാരിക്കാന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. മാമുക്കാനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ പ്രേക്ഷകർക്ക് എല്ലാവരും കോഴിക്കോടിൻ്റെ ഒരു സ്വന്തം ആളെന്നുള്ള രീതിയിലാണ്. കോഴിക്കോട് അതെ, ഇപ്പോൾ കോഴിക്കോടിനെ സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ മാമുക്കയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് മഹാരഥന്മാർ ജനിച്ച് വളർന്ന കോഴിക്കോടിൻ്റെ സ്വന്തം മാമുക്കയാണ്. ഇപ്പോൾ അവിടെ കോഴിക്കോട്ട് ജനിക്കാത്ത മഹാരഥന്മാരൊക്കെ അവിടെ ഒന്ന് മരിച്ചു. അതെ അതെ അതെ. ആ മണ്ണിന് അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു പരിശുദ്ധിയോ എന്തൊക്കെയോ ഒരു പുണ്യം ഉണ്ട് ആ മണ്ണിന് അല്ലേ. കോഴിക്കോടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. മാമുക്ക ഒരുപക്ഷെ മാമുക്കോയ എന്നൊരു വ്യക്തി രൂപപ്പെട്ടതും ആ മണ്ണിൻ്റെ ഒരു പുണ്യം കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ. എങ്ങനെയാണ് കോഴിക്കോടിന് ഓർക്കുന്നത്? ഞാൻ ജനിച്ച പ്രദേശം എന്ന് പറഞ്ഞാൽ പള്ളിക്കണ്ടി എന്ന് പറയും, കല്ലായിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ്. അതിൽ എൻ്റെ വീട് അഴിമുഖണ്ട്, അവിടെയാണ് ഞാൻ ജനിച്ചിരുന്നത്. അപ്പോൾ ഈ കല്ലായി എന്ന് പറയുന്ന പ്രദേശം ഒരുപക്ഷെ കലാകാരന്മാരും പ്രത്യേകിച്ച് സിനിമയിലും ഒരുപാട് നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. ഒരുപാട് പാട്ടുകളുണ്ട് കല്ലായി കടവത്തിനെ കുറിച്ച്. എല്ലാവർക്കും, എനിക്ക് വേണമെങ്കിൽ മലയാള പ്രേക്ഷകർക്കൊക്കെ തന്നെ ആ പ്രദേശത്തെക്കുറിച്ചൊരു വല്ലാത്ത സ്വപ്നമുണ്ട്. ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു ആ ഒരു മണ്ണിന് അങ്ങനെ ഒരു സൗന്ദര്യമുണ്ട്. എനിക്ക് പെട്ടെന്ന് യൂസഫ് അലിയുടെ പഴയ പാട്ടൊക്കെ ഓർമ്മ വരും. ഇങ്ങനെ മാമുക്കയുടെ കുട്ടിക്കാലത്ത് ആ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ? 14 രാവിച്ചത് മാനത്തോ കല്ലായി കടവത്തോ എന്നുള്ള പാട്ട്. കുട്ടിക്കാലത്തൊന്നല്ല, അതല്ല കുട്ടിക്കാലത്തല്ല, ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അതെ, ഒരുപക്ഷെ കല്ലായിലും കോഴിക്കോടും വളരെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ് മാമുക്ക ഇല്ലേ. അതോടൊപ്പം തന്നെ മഹാൻ രഥന്മാർ പറഞ്ഞ മൊയ്തുമലി എൻ്റെ താഴോട്ട് സാധാരണക്കാരുണ്ടാവില്ല ആണല്ലേ. ഏറ്റവും താഴെയുള്ള സാധാരണക്കാരൻ ഞാനാണ് അന്ന് അവിടെ. അതായിരുന്നു അന്നും ഇന്നും ഏകദേശം അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ള കലാകാരന്മാർ എല്ലാ വിഷയത്തിലും ലോകത്തിൽ അവരാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അറിവായിരിക്കും. എനിക്ക് അത്ര അറിവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവർക്കിടയിലേക്ക് ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാൻ ഇവരോടൊക്കെ ബന്ധപ്പെട്ട് ഒട്ടി അവരുടെയൊക്കെ സ്നേഹം തിരിച്ച് കിട്ടിയ ഒരു ജീവിതമാണ് എൻ്റെ ഒരു ഭാഗ്യം. അതെനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് അത് ഉണ്ടായി വന്നത് എനിക്ക് ഇപ്പോഴും അത് അത്ഭുതമാണ്. കാരണം ഒരു കല്ലായിലൊരു സാധാരണ മനുഷ്യന് നിമിത്തം ഉണ്ടാക്കാൻ പറ്റൂല്ലോ. എന്നാലും ഓർമ്മയിൽ അങ്ങനത്തെ ഒരു സൗഹൃദം. ഇപ്പോൾ ബാബുരാജ് നമുക്ക് ബാബുരാജിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട എങ്ങനെയാണ് മാമുക്ക? അത് ബാബുക്കനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മളൊക്കെ നന്ന ചെറുതാണെന്ന് കല്യാണ വീടുകളിൽ ബാബുക്കൻ്റെ ഒരു കച്ചേരി ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി കേൾക്കും. അത് കല്യാണത്തിന് പാടാനായിട്ട് ബാബുക്ക ഉണ്ടാവും, തവലക്ക് ഉസ്മാനും ഉണ്ടാവും. ഇതുപോലെ കോഴിക്കോട്ട് ഒരു കല്യാണത്തിന് അന്ന് കല്യാണ വീട്ടിൽ മത്സരപ്പാട്ടുകളുണ്ടാവും, കവാലിയൊക്കെ. അതിന് വേണ്ടിയിട്ട് ബാബുക്ക കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്നാണ് മെഹബൂബിനെ കോഴിക്കോട്ടേക്ക് പാടാൻ. പിന്നെ അതോടുകൂടി മെഹബൂബ് കോഴിക്കോട്ടുകാരനായി മാറി. അന്ന് പെട്ടെന്നൊരു കൗതുകം തോന്നുന്നത്, മാമുക്ക സിനിമയിൽ വരുമ്പോൾ തന്നെ മാമുക്കയുടെ രൂപം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അന്ന് എന്തായിരുന്നു ഇരിക്കും രൂപം? ഞാൻ ഈ ബാബുരാജിൻ്റെ കൂടെയൊക്കെ കമ്പനി അടിച്ച് കിടക്കുന്ന സമയത്ത് അത് മുകേഷ് ഇടയ്ക്കിടയ്ക്ക് പറയും. ഒരു പടത്തിൽ കണ്ടിട്ട് വിജയരാഘവൻ ആദ്യമായിട്ട് അഭിനയിച്ച പടമുണ്ട്, സുറുമയിട്ട കണ്ണുകൾ. അതിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല കണ്ടാൽ. മുകേഷ് ആ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിയ ശബ്ദം കൊണ്ടാണ് ഈ ശബ്ദം ഇയാൾ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചത്. ആളെ സ്ക്രീനിൽ കാണാനില്ല ഒരു രൂപം. അതങ്ങനെ ഒരു ചാൻസ് കിട്ടിയവർ മേക്കപ്പ് ഒന്നുമില്ലാതെ കറുത്തിട്ട് ഒരു വര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു ചെറിയ മനുഷ്യൻ ഇത്രയും വലിയ മനുഷ്യരുടെ കൂടെ നടക്കുമ്പോൾ അതൊരു വലിയൊരു ഇതാണല്ലേ. അതെ, അതിലാണ് ഞാൻ സ്വയം അഭിമാനിക്കൽ. ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, എനിക്ക് സഹവസിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ മരിച്ചു പോയപ്പോഴാണ് അവരുടെ വലിപ്പം. ബിച്ച പറഞ്ഞാൽ ബാബുരാജിൻ്റെ വൈഫ് ബിച്ച എപ്പോഴും പറയും, മൂപ്പര് മരിച്ചിട്ട് 10-30 കൊല്ലമായി, ഇപ്പോഴാണ് ജീവിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതൽ മൂപ്പര് വലിപ്പം നമ്മൾ അറിയുന്നതെന്ന്. അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ്. കലാകാരന്മാരെ അനശ്വരരായിട്ട് ജീവിക്കാന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. 34 കൊല്ലമായി, 78 മരിച്ചത്. ഇതൊക്കെ ഒരു അപാരം. ആ കലാകാരൻ്റെ മഹത്വം കൊണ്ടാണ് എപ്പോഴും അറിയപ്പെടുന്നത്. ബാബുരാജ്, ഞാൻ എഴുതിയിട്ടുണ്ട് ബാബുവിനെ പേര്, 5000 ഉറുപ്പിക ജീവിതത്തിൽ മരിക്കുന്നതുവരെ ഒന്നിച്ച് കണ്ടിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല. ഒരു ചെക്ക് കൊടുത്തിട്ട് വാസു പ്രദീപിനോട് വന്ന് ചോദിച്ചു, എനിക്കൊരു ചെക്ക് കിട്ടിയിട്ടുണ്ടായി, വാസുവിൻ്റെ അക്കൗണ്ടിൽ മാറാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളാണ്. അത്ര ഇതിനെ പറ്റി യാതൊരു ബോധവുമില്ല. അദ്ദേഹത്തിന് മനസ്സിൽ സംഗീതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അത് വായിക്കുക, റെഡിയാക്കുക. ബാബുക്ക വായിച്ചൊരു ട്യൂണ് ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് വന്ന് പറയും, എങ്ങനെയുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്ന് പറയും.
ഒരു കുന്തും ആയില്ല, പോയി പുറത്ത് നിന്ന് പറഞ്ഞിട്ട് മാറ്റിയെടുക്കുക. അല്ല നമുക്കിത് നിങ്ങൾക്കല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ എനിക്കാ. വാവുക്കൊക്കെ തൃപ്തിയായാലേ അത് ഓക്കെ വെക്കുള്ളൂ. ഇപ്പോൾ ബാബുക്കയുടെ സൗഹൃദം നമ്മൾ പറഞ്ഞു. അതുപോലെ ഏറ്റവും വലിയൊരു സൗഹൃദമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറായിട്ടുള്ളത്. എസ് കെ ആയിട്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു ബന്ധം. എസ് കെ ആയിട്ട് എങ്ങനെയാണ് പരിചയപ്പെട്ടത്? എസ് കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എസ് കെ എഴുത്തും ഒരു മാനാഞ്ചറിൻ്റെ ഒരു സൈഡിൽ കൂടെ ആരും തൊടാതെ ഇങ്ങനെ ഒരു പുസ്തകം തൂക്കിലേക്ക് വരും. ഞാനും എൻ്റെ നമ്മളൊരു സാറുണ്ട്, ബി മുഹമ്മദ് എന്ന് പറയും, കവി സാറ്, മദ്രസത്തുൽ മുഹമ്മദിയ ഹൈസ്കൂളിലെ എലിമെൻ്ററിയിലെ ഹെഡ് മാസ്റ്ററാണ്. AKG 4ാം ക്ലാസ്സിലെ സാറാണ്. അവിടെ AK ഗോപാലൻ നമ്മൾ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. ആണോ? ശരി ശരി. മാമുക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്? ഇല്ല പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ പള്ളിക്കണ്ടി സ്കൂളിലാണ് 1 മുതൽ 5 വരെ. ഞാൻ 9ഉം 10ഉമാണ് MMI സ്കൂളിൽ പഠിച്ചത്. AKG അവിടുത്തെ 4ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. അങ്ങനെ എസ് കെയുടെ ഒരു കമ്പനി ഉണ്ട്, SK ബാബുരാജ്, ഇടയ്ക്കിടക്ക് നെല്ലിക്കോട് ഭാസ്കണ്ട, ആജി അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്, നമ്മൾ അയൽവാസികളാണ് അവിടെ. പിന്നെ എൻ്റെ അമ്മോസൻ, എൻ്റെ വൈഫിൻ്റെ ഫാദർ ഇവരെ കമ്പനിയിൽപ്പെട്ട ആളാണ്. എൻ്റെ അമ്മോസൻ മരിച്ചിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എന്നോട് SK പറഞ്ഞു, നമ്മളൊരു കുട്ടിയുണ്ട്, നമ്മൾ സുഹൃത്തിൻ്റെ മോളാണ്, എനിക്ക് പറ്റുമോ നോക്ക് കല്യാണം കഴിക്കാൻ. പൊന്നും പൈസയും കുന്തൊന്നും ഉണ്ടാവില്ല, ഞാൻ ആളെ പറ്റട്ടെ നോക്കട്ടെ തന്നെ. ഞാൻ പോയി കണ്ട് എനിക്ക് പറ്റി, ഇഷ്ടപ്പെട്ടു, ഓക്കെ പറഞ്ഞ് അതാണ് കല്യാണം. അന്നൊരു തമാശ ഞാൻ വായിച്ചാണ്, മമ്മൂക്കയുടെ പുസ്തകത്തിൽ വായിച്ചതാണ് ഞാൻ. മമ്മൂക്ക ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിട്ട്, ചെരുപ്പ് വാങ്ങിക്കാൻ കാശില്ല, ചെരുപ്പിട്ടില്ല. ചെരുപ്പിൻ്റെ മാത്രമല്ല, കല്യാണത്തിന് ക്ഷണിക്കാൻ കത്തടിക്കാൻ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ പ്രദീപ് ആർട്സിൽ വാസുവേട്ടനോട് പറഞ്ഞപ്പോൾ വാസുവേട്ടൻ പറഞ്ഞ്, ആകെ 100 ചില്ലാൻ ആളല്ലേ ക്ഷണിക്കേണ്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞാൽ വരുന്നവരല്ലേ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല എഴുതുന്ന പറഞ്ഞു. അങ്ങനെ എഴുതാനും വലിയ ഇതില്ല, 2-3 വരി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ജൂൺ 4-ന് എൻ്റെ കല്യാണമാണ്, 3-ാം തീയതി ശനിയാഴ്ച വീട്ടിലേക്ക് വരണം, മാമു തൊണ്ടിക്കോട്. ഇത്രയേ ഉള്ളൂ. അന്ന് മാമു തൊണ്ടിക്കോട്. അപ്പോൾ ഞാനത് എഴുതി. അങ്ങനെ കുറച്ച് കത്ത് എഴുതിയിട്ട് ആദ്യം തന്നെ ഖാദർക്കൻ്റെ അടുത്തത്, കോഴിക്കോട് അബ്ദുൽ ഖാദർക്ക. എനിക്ക് ബാപ്പല്ല, ബാപ്പ മരിച്ചുപോയി, ഉമ്മയും ജ്യേഷ്ഠനും ഞാനും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് കല്യാണ സദസ്യർ ബാപ്പായിട്ട് നിങ്ങൾ വന്ന് നിൽക്കണം. കത്ത് കൊടുത്തു, ഫസ്റ്റ് കത്ത്. ശാന്തേടത്തി ഉണ്ട്, ശരി ആയിക്കോട്ടെ തന്നെ. ശാന്തേടത്തിനും ഖാദർക്ക് ഞാൻ തലേന്ന് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെറിയ ഒരു ഗാനമേളയൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യ വീട്ടിൽ ഗാനമേളുണ്ട്, ബാവുക്കാണ്. അത് ശരി. ബാവുക്കി ടീമൊക്കെ അവിടെ. എന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പകുതി ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി പാട്ട് കേൾക്കാൻ. ബാബുക്കാട് പാട്ട്. എന്നിട്ട് വേറെ വീട്ടിൽ വിളിച്ച് നിന്നിട്ട് അത് മുഴുവൻ കേട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ SK പറഞ്ഞ്, നമ്മളെ മോളാണ്, നിനക്ക് ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഇത്. ഭയങ്കര ബന്ധമായിരുന്നു SK ആയിട്ട്.